ചന്ദനം എന്താണെന്ന് പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. വെളിയിൽ കിട്ടിയാൽ ആൾക്കാരെ മുറിച്ചുകൊണ്ടുപോയി വിറ്റ് കാശാക്കുന്ന ഒരു മരമാണ് ചന്ദനം. അതിപ്പോൾ രാജ്ഭവനകത്ത് നിന്നാലും സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് നിന്നാലും ഫോറസ്റ്റിൻ്റെ ഹെഡ് ഓഫീസിനകത്ത് നിന്നാലും മുറിച്ചു കൊണ്ടുപോയി വിറ്റ് കാശാക്കുന്ന ബിരുദന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ കണ്ണിൽ കാണുന്ന ചന്ദന മരങ്ങളൊക്കെ നാട്ടുകാർ മുറിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ ചന്ദനത്തിന് നല്ല വിലയാണ്. കൊണ്ടു കൊടുത്താൽ ഇഷ്ടം പോലെ കാശ് കിട്ടും. മാത്രമല്ല നമ്മുടെ നാട്ടിലെ സർക്കാർ നിയമം മൂലം ഈ ചന്ദനം വളർത്തുന്നതും വിൽക്കുന്നതും ഒക്കെ നിരോധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതിനോട് അല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന കാശിൻ്റെ അളവ് കുറച്ച് കൂടുകയും ചെയ്യും. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1 ലിറ്റർ ചന്ദന തൈലത്തിനൊക്കെ 1 ലക്ഷം രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത്. ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ചന്ദന തൈലത്തിന് ലോകം മുഴുവൻ ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പോഴും ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കാൻ അത്രയ്ക്ക് ചന്ദനമില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ നിയമങ്ങൾ കാരണം നമ്മുടെ നാട്ടിലെ ചന്ദന കൃഷി അല്ലെങ്കിൽ ചന്ദന കയറ്റുമതി മന്ദീഭവിച്ചു അല്ലെങ്കിൽ ഏകദേശം അവസാനിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. നമ്മുടെ ഭരണഘടന പോലും 25 വർഷങ്ങൾ കഴിഞ്ഞാൽ പുനർവായന നടത്തണമെന്നും അതിനാവശ്യമായ തിരുത്തലുകൾ കാലത്തിനനുസരിച്ച് വേണ്ട തിരുത്തലുകൾ വരുത്തണമെന്നും ഒക്കെയാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. നിയമങ്ങളും ഒക്കെ അതുതന്നെ 60-70 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ കാലാനുസൃതമായി പരിഷ്കരിക്കുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ ഉതകുന്ന തരത്തിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ കാലഹരണപ്പെട്ട പല നിയമങ്ങളും ചുമന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ നാട്ടിലെ ജനങ്ങളും അവശ്യ നിലയിലായി എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിൽ ചന്ദനം വളർത്തുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ അതിശക്തമായ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഒക്കെയാണ് നിലവിലുള്ളത്. നമ്മുടെ നാട്ടിലെ ചന്ദനത്തിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉണ്ടെങ്കിലും അത് അത്രത്തോളം ഉൽപ്പാദിപ്പിച്ച് വിറ്റ് കൂടുതൽ സമ്പത്ത് നേടുന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്ത് ഒരു സർക്കാരുകളും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കർണാടകത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു. അവിടുത്തെ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നുണ്ട്. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഈ സ്വകാര്യ വ്യക്തികൾക്ക് ചന്ദനം വളർത്തുവാനും ഓപ്പൺ മാർക്കറ്റിൽ അവർക്ക് ഈ ചന്ദനം വിൽക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് അവിടെ നിയമം പരിഷ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചന്ദനത്തിൻ്റെ ലഭ്യത കുറയുകയും ഇന്ത്യൻ ചന്ദനം കിട്ടാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ കർണാടക ഗവൺമെൻറ് സ്വകാര്യ വ്യക്തികൾക്ക് ചന്ദനം കൃഷി ചെയ്യാനൊരു അവസരം കൊടുത്തു. അവർക്ക് അവസരം കൊടുത്തു എന്ന് മാത്രമല്ല, ഈ ചന്ദനം സർക്കാരിന് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, സർക്കാർ പറയുന്ന വിലയ്ക്ക് തന്നെ വിൽക്കണം. ഇതിലുപരി ഇവർ സർക്കാരിന് ഈ നട്ട് വളർത്തുന്ന ചന്ദനത്തിന് അഡീഷണലായിട്ട് പ്രൊട്ടക്ഷൻ ടാക്സ് അങ്ങനെ കുറേ ടാക്സുകൾ അടയ്ക്കുകയും ചെയ്യണം. ഇത് കൂടാതെ എങ്ങാനും ഏതെങ്കിലും കള്ളന്മാർ കയറി ഇവരുടെ തോട്ടത്തിൽ നിന്ന് ഒരു ചന്ദന മരം മുറിച്ചു കൊണ്ടുപോയാൽ അതിൻ്റെ സമാധാനവും ഈ തോട്ടം ഉടമ പറയണം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ക്രമേണ ഈ കർണാടകത്തിലെ ഈ ചന്ദന കൃഷി ഏകദേശം അലങ്കോലമായ അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇപ്പോൾ സർക്കാർ ഒരു പുതിയ നിയമവുമായിട്ട് മുന്നോട്ട് വന്നത്. ഇത് വളർത്തുന്ന ആൾക്കാർക്ക് ഇത് മുറിക്കുവാനും ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുവാനും അവസരം നൽകിക്കൊണ്ടുള്ള നിയമം. കർണാടകത്തിൽ 2017 മുതൽ അവിടുത്തെ സർക്കാർ ഈ ചന്ദന കൃഷിയെ ഈ ചന്ദന മരം വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള പലതരം നിയമങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് അത്ര കണ്ടം കൊണ്ട് വിജയിക്കുന്നില്ല എങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് കൂടുതൽ ചന്ദനം വളരുന്നത്. ആന്ധ്രാപ്രദേശിലും ഒക്കെ ചന്ദനമുണ്ട്. സൗത്ത് ഇന്ത്യയാണ് ഏകദേശം ഒരു ചന്ദന മരങ്ങളുടെ ഒരു സാധ്യത കൂടുതലുള്ള സ്ഥലം. നമുക്ക് മറയൂരൊക്കെ വലിയ ചന്ദന മരങ്ങളുണ്ട്. അത് വിറ്റ് നമ്മുടെ സർക്കാർ കാശെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വനം വകുപ്പും നമ്മുടെ സർക്കാരിൻ്റെ വിവിധ നിയമങ്ങളും ചേർന്നിട്ട് ഈ ചന്ദന കൃഷി അല്ലെങ്കിൽ ചന്ദന മരത്തിലൂടെ ഉണ്ടാകാവുന്ന സാമ്പത്തിക സാധ്യതയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ വനം വകുപ്പിന് കീഴിൽ ഒരുപാട് തോട്ടങ്ങളുണ്ട്. ഈ തോട്ടങ്ങളിലൊക്കെ പലതരം മരങ്ങൾ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. അതിൽ തേക്ക് മരങ്ങളാണ് കൂടുതൽ. തേക്കിൻ്റെ കൂപ്പുകളുണ്ട്. ആ തേക്ക് മരങ്ങൾ വളർത്തുന്നതൊക്കെ ഇവർ വെട്ടിവിറ്റ് കാശാക്കാറുമുണ്ട്. പക്ഷേ ഒരുപാട് വനപ്രദേശങ്ങളിൽ ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് യൂക്കാലിയും അക്കേഷ്യയും പൈൻ മരങ്ങളൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് സാമ്പത്തിക ലാഭമാണ് സർക്കാരിന് കിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിലുള്ള വിദേശ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് പറയുന്നത് ഈ കാട്ടിനുള്ളിലെ ആവാസ വ്യവസ്ഥ തകരുകയും
ഈ മൃഗങ്ങൾക്ക് അവിടെ ഭക്ഷണമില്ലാതാവുകയും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊന്നു തിന്നാനും വളർത്തു മൃഗങ്ങളെ കൊന്നു തിന്നാനും മനുഷ്യൻ കൃഷി ചെയ്യുന്ന കൃഷി വിഭവങ്ങൾ നശിപ്പിക്കാനും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ് നേട്ടം. അല്ലാതെ ഈ വിദേശ മരങ്ങൾ കൊണ്ട് 5 പൈസയുടെ ഉപയോഗം ഇവിടുത്തെ നാടിനോ ജനങ്ങൾക്കോ ഇല്ല. എന്നാൽ ഈ മരങ്ങളൊക്കെ നട്ട് വളർത്തിയ സമയത്ത് അതിൻ്റെ സ്ഥാനത്ത് മുഴുവൻ ചന്ദന മരങ്ങളാണ് നട്ട് വളർത്തിയിരുന്നതെങ്കിലോ 15 വർഷം ആകുമ്പോൾ ചന്ദന മരങ്ങൾ മുറിക്കാമെന്നാണ് പറയുന്നത്. 25 30 വർഷം കഴിയുമ്പോൾ പ്രായപൂർത്തിയായ ചന്ദന മരങ്ങൾ മുറിച്ച് വിൽക്കുകയാണെങ്കിൽ വളരെ വലിയ വിലയിൽ ഈ മരങ്ങൾ വിറ്റ് നമുക്ക് വിദേശ നാണ്യം നേടാനും കഴിയും. അതിനെക്കുറിച്ച് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളോ സർക്കാരോ ഒന്നും ആലോചിക്കുന്നില്ല. വേറെ പല പദ്ധതികളും ആലോചിക്കുകയും നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും നാട്ടുകാരൻ്റെ നെഞ്ചിലോട്ട് കുതിര കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം വായിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ PWD ഒരു സ്ഥലത്ത് റോഡ് പണിയുന്നതുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ JCB, ഒരു വനപ്രദേശമാണ്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു JCB ഈ കുറച്ച് മരങ്ങൾക്ക് മൂട്ടിലുണ്ടായിരുന്ന ചപ്പ് ചവറുകൾ കോരി മാറ്റി എന്ന് പറഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ JCB ഓടിച്ചിരുന്ന ഓപ്പറേറ്ററെയും റോഡ് പണി ചെയ്ത ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നാണ്. അതിനവർ പറഞ്ഞ കാരണം അടിക്കാട് നശിപ്പിച്ചു എന്നുള്ളതാണ്. ഒടുവിൽ ഇതൊരു വാർത്തയാവുകയും സർക്കാരിൻ്റെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇടപെടുകയും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് താൽക്കാലികമായി പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. നമ്മൾ ആലോചിച്ച് നോക്കണം, റോഡ് നമുക്ക് ആവശ്യമാണ്, റോഡ് വികസനം വേണവും താനും. എന്നാൽ പ്രകൃതിക്കും മറ്റും ദോഷമില്ലാത്ത രീതിയിൽ നടക്കുന്ന വികസനത്തെ അനുവദിച്ചും കൊടുക്കണം. ഇത് കണ്ടിട്ട് കലിയടങ്ങാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് PWDക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പകരം വീട്ടാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമല്ലേ? അതുപോലെ തന്നെയാണ് നാട്ടിലെ പല നിയമങ്ങളും. നാട്ടിൽ ഈ പട്ടയമുള്ളതും പട്ടയമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വസ്തുവകകൾ പലർക്കുമുണ്ട്. ഈ പട്ടയമില്ലാത്ത വസ്തുവകകളിൽ പോലും സർക്കാരിൻ്റെ അനുവാദത്തോടെ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ അവരുടെ പുരയത്തിൽ ഒരു തേക്കോ ആഞ്ഞിലിയോ കരിവീട്ടിയോ എന്തെങ്കിലും മരങ്ങൾ നട്ട് വളർത്തിയാൽ ഒരു അളവിൽ കൂടുതൽ അത് വളർന്ന് അത് വിൽപ്പനയ്ക്ക് ഉള്ള പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ അവരിത് വെട്ടിവിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദവും സർക്കാർ വകുപ്പുകളുടെ അനുവാദവും അബദ്ധത്തിൽ ഇതൊന്നും അറിയാതെ വെട്ടിവിറ്റുപോയാൽ ജയിലുമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. ഇതുകൊണ്ട് നമുക്ക് ശരിക്കും എന്ത് നേട്ടമാണ് സർക്കാരിനും ജനങ്ങൾക്കും ഉള്ളത്? ഇവിടെയൊക്കെ ഈ ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച് ഈ തോട്ടങ്ങളിലൊക്കെ സ്വകാര്യ വ്യക്തികൾക്കും ചന്ദന മരങ്ങൾ നട്ട് വളർത്താൻ ഒരു അവസരം കൊടുത്താൽ എന്തായിരിക്കും അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന വിദേശ നാണ്യം എന്ന് എന്തുകൊണ്ടാണ് ഈ വനം വകുപ്പിൻ്റെ ആൾക്കാരും സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരും ഒക്കെ ചിന്തിക്കാത്തത്? ഞാൻ ഇത്രയൊക്കെ ചന്ദനത്തെക്കുറിച്ച് പറയാൻ കാരണം, ഇന്ന് ഞങ്ങളുടെ കോളേജിൻ്റെ ഗ്രൂപ്പിൽ ഷിജിൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ചന്ദന മരങ്ങൾ നട്ട് വളർത്തി അവർ വ്യാപകമായിട്ട് കൃഷി ചെയ്ത് ആ മരങ്ങൾ വിളവെടുക്കാൻ പ്രായപൂർത്തിയായി അത്രേ. അവർ വിറ്റിട്ട് കോടിക്കണക്കിന് രൂപ അതിൽ നിന്ന് നേടാൻ പോവുകയാണെന്ന്. എല്ലാ വർഷവും 12,000 കോടി രൂപയുടെ ചന്ദന തൈല വ്യാപാരം ലോകത്താകമാനം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ള ചന്ദന കൃഷി ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കിയാൽ ഏകദേശം 6,000 ഏക്കർ മാത്രമേ ഉള്ളൂ എന്നും പറയപ്പെടുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഓസ്ട്രേലിയ 60,000 ഏക്കർ സ്ഥലത്ത് ചന്ദന കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചന്ദന തൈകൾ കർഷകർക്ക് അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് അവർക്ക് സബ്സിഡിയും കൊടുത്ത് കൃഷി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടാണ് അവർ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. 15 വർഷത്തിന് മേൽ പ്രായമായി കഴിഞ്ഞ ചന്ദന മരങ്ങൾ അവർ മുറിച്ചു തുടങ്ങി. ചൈനയാണ് അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. ബൾക്കായിട്ട് തന്നെ ചൈനയിലെ വ്യവസായികൾ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ട് ഈ ചന്ദനം വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും വലിയ തുകയ്ക്കുള്ള വ്യാപാരമാണ് ഈ ചന്ദനത്തിലൂടെ ഓസ്ട്രേലിയ നേടാൻ പോകുന്നത്. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ അധികാരികൾ ആലോചിക്കണം, എന്തിനാണ് തടയുന്നത്? ഒരാളുടെ പുരയിടത്തിൽ ഒരു ചന്ദന മരം നട്ട് വളർത്തിയാൽ എന്ത് കുറ്റമാണ്? അത് പ്രായപൂർത്തിയായാൽ അത് വെട്ടിവിറ്റാൽ അത് സർക്കാർ വാങ്ങും. സർക്കാർ ഒരു വില നിശ്ചയിച്ച് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന ചന്ദനമരം സർക്കാർ വാങ്ങുകയും ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയും എന്ത് വേണോ ചെയ്തുകൊള്ളൂ. അതല്ലെങ്കിൽ ഇയാൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ അത് വിൽക്കാനുള്ള അനുവാദം കൊടുക്കൂ. എന്തായാലും ഇയാളുടെ കയ്യിൽ കാശ് കിട്ടിയാലും സർക്കാരിൻ്റെ കയ്യിൽ ഇതിൻ്റെ കാശ് കിട്ടിയാലും ഈ പണം എത്തുന്നത് ഇന്ത്യയിലേക്ക് തന്നെയല്ലേ? നമ്മുടെ സാമ്പത്തിക രംഗത്തിനെ പിടിച്ചു നിർത്തുന്നതിന് ഈ കാശ് ഉപയോഗപ്പെടില്ലേ? പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ മേലിൽ കുതിര കയറി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുത്തെയുള്ള ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് കണ്ണിക്കണ്ട അക്കേഷ്യയും യൂക്കാലിയും പൈൻ മരങ്ങളും ഒക്കെ നട്ട് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ ജനങ്ങളെ ഇതൊക്കെ കൃഷി ചെയ്ത് വിൽക്കാനുള്ള അനുവാദം കൊടുക്കണം.
അതല്ലെങ്കിൽ സർക്കാർ വക തോട്ടങ്ങളിൽ ബാക്കിയുള്ള അനാവശ്യ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ട് അവിടെ ചന്ദന മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ഈ സർക്കാർ വെച്ച് പിടിപ്പിച്ചാൽ അടുത്ത 30 വർഷമാകുമ്പോൾ അന്നുള്ള തലമുറയ്ക്കെങ്കിലും ഒരു വലിയ വരുമാന മാർഗമാവുകയും ഇന്ത്യക്ക്, നമ്മുടെ നാടിന് ഒരുപാട് വിദേശ നാണ്യം നേടാനുള്ളൊരു അവസരമാവുകയും ചെയ്യും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്നുള്ളതാണ്. ചന്ദനം ചാരിയാലേ ചന്ദനം മണക്കൂ. വേറെ എവിടെയെങ്കിലും ചാരിയിട്ട് ചന്ദനം മണക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? നമ്മുടെ നാടിന് ഗുണമുള്ള കാര്യമല്ലേ? ചെയ്യുമായിരിക്കും അല്ലേ?